everyone, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I'm going to react on another scene from the movie Avesam. एंड दोस्तों जो प्रीवियस वीडियो था उसमें देखने को मिला था अम्बन जो बोला था रांगा के बारे में वो ट्रू था गाइस। एंड यहाँ जो बीबी एंड उसके जो दो दोस्त हैं वो तो पूरा डर चुके हैं। लेट्स सी आगे कहानी में क्या कुछ होता है एंड आई थिंक द मूवी इज़ गोइंग टू वेरी इंटरेस्टिंग एंड अभी शायद रांगा का रियल फेस देखने को मिलेगा। सो लेट्स चेक आउट द वीडियो फॉर दैट। अगर आप लोग चैनल पर नए हैं देन जस्ट सब्सक्राइब कर लो, टू सब्सक्राइब एंड कीप सपोर्टिंग मी एंड ऑल्सो डोंट फॉरगेट टू क्लिक ऑन दैट बेल आइकन टू गेट नोटिफिकेशन ऑफ माय अपकमिंग वीडियोस। सो लेट्स गेट स्टार्टेड द वीडियो। എടാ എൻ്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചടാ. അല്ല മക്കളെ, നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലേ? എന്താ ഓർത്തിക്കണേ? ചേച്ചി ഇന്നൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുമോ? പ്ലീസ് പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി. നിൽക്കാം. ഫുൾ പേയ്മെന്റ് കിട്ടിയതാ. तीनों नहीं सोए हैं। Don't want thinking. You people are climbing on my head and dancing. എന്താ സാറേ? വേണ്ടെന്ന് വിചാരിക്കുമ്പോ നീയൊക്കെ എന്റെ തല കയറുന്ന തുള്ളിയാണ്. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, നോക്കണേ അവിടെ. എടാ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി, വീട്ടിൽ പോണ്ടേ? അടുക്കള ശവം കിടക്കുമല്ലേ, ഞാനങ്ങ് വരുന്നില്ല, നിങ്ങൾ എന്നാ പിന്നെ നമുക്ക് കിടന്നുറങ്ങാല്ലേ? ഈ കബഡികളെ പറ്റി എന്താ അഭിപ്രായം? സർക്കാർ ഈ കബഡി സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നാളെ രാവിലെ എഴുതി തന്നാൽ മതി കളിയാ. ഒരു പ്രാന്തം കണ്ടാണ്ടാ ആളെ പരീക്ഷയാണ്, നമ്മൾ പഠിച്ച് നമുക്ക് കൊള്ളാം. കബഡി കബഡിയെ പറ്റി അല്ലെങ്കിൽ വേറെ എന്തിനെ പറ്റി സംസാരിക്കാം. ശരിയാണ്. ക്യാരം ബോർഡിനെ പറ്റി സംസാരിച്ചാൽ കോയിൻ കൂട്ടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഇന്ന് കൂട്ടും. കുറച്ചു നേരം ഇവിടെ നിൽക്കുക, ഇവിടെ സംസാരിച്ചിട്ട് പോടാ. തന്നെ ബാംഗ്ലൂരു 10-34 കൊല്ലമായി അവിടെ വന്നിട്ട് കാശ് നീ തരാനുണ്ടെങ്കിൽ എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം. നീ എന്റെ അടുത്ത് കൂടുതലും ഉണ്ടാക്കല്ലേ. നമ്മളിനി എവിടെ പോയിരിക്കും? എങ്ങോട്ട് നിന്റെ കൂടെ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ പ്രതികാരം പണ്ടാരൊന്നും വേണ്ട. നീ എല്ലാം കൂടെ എന്റെ തലേ കൊണ്ടിടും. മനുഷ്യന്റെ മനസ്സമാധാനം പോയി. ഞാൻ ഇല്ലാട്ടാ വീട്ടിലോട്ട് ഇനി. പിന്നെ എങ്ങോട്ട് പോകാനാ? വല്ല റോഡിലും പോയി കിടക്കാനോ? ഇതിലും ഭേദം അതാ. എടാ നിങ്ങൾ ഫ്രീ ആണോ? ഫ്രീ ആണ്. എന്നാ എന്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരുവാടാ. എവിടെ വേണേലും പോവാ. പിന്നെ ഞാനല്ലേ വരണ്ടേ? വാ വാ. ये कहाँ लेके जा रहा है? എനിക്ക് തരാനുള്ള പൈസക്ക് ഷവർമ കഴിക്കുന്നു. എന്താ നീ എന്നെ പറ്റി വിചാരിച്ചേ? നല്ല ബാംഗ്ലൂരു 10-36 കൊല്ലം അവിടെ വന്നിട്ട്. എടാ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോട്ട് എന്നിട്ടൊരു കാര്യമില്ല കേട്ടോ. ഇതങ്ങനെ സോൾവ് ചെയ്യേണ്ടെന്ന് ആലോചിക്കും. നിനക്കൊന്ന് ആലോചിച്ചു. ഞാനെങ്ങനെ ആലോചിക്കുന്നു? നിങ്ങളല്ലേ എപ്പോഴും ആലോചിക്കുന്നത്. കണ്ടാവന്മാരെ, എടാ നിന്നെയൊക്കെ വെട്ടി പൂളി ശരിയാക്കി കളയും, മനസ്സിലായോ? വെച്ച് കീച്ചിക്കളെ നിന്നെയൊക്കെ. ആരാന്നറിയാമോമാര്? കണ്ടതല്ലേ കോളേജിന്റെ ഫ്രണ്ടിൽ എന്താ നടന്നേന്ന്? സോറി ഏട്ടാ, പ്രശ്നം സോറി. ഒരുമാതിരി പോക്കരത്തരം കാണിക്കരുത്. ഇവന്മാരെന്തോടാ, ഗുണ്ടാണോ? ഗുണ്ടല്ലേ? താൻ ഇതിനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇതിനാ വാ അടിക്ക്. വണ്ടി എടുക്കണം. പോവില്ലേ? പോണോ? ഒരടിയെങ്കിലും അടിക്കണം. ഇവിടെ പോവില്ലേന്ന്. എടാ കമ്മലണ്ടി ഒരു പരിപാടി കൊണ്ടുവരാ. ഒന്ന് നിക്കടാ. ആ BK എന്ന് പറഞ്ഞ മോന്ത കണ്ടപ്പോ തുടങ്ങിയതാ. तो उनको सारे लोग गुंडे समझने लगे हैं। What is this?
ಅವನು ಯಾವಾಗಲೂ ನನ್ನ ಜೊತೆ ಇರ್ತಾನೆ ಅನ್ಕೊಂಡ್ಯಾ? ಟೈಮ್ ಬರಲಿ, ನಾನೇ ಅವನ ಗಾಳಿ ಮಾಡಿದ್ದೀನಿ. ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. മലയാളത്തിൽ മാതാടി, എനിക്ക് മലയാളം നന്നാ മനസ്സിലാവും. എടോ മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളെ ഈ മലരന്മാര് ഒരു കാര്യമില്ലാതെ കൊണ്ടിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലി. എന്നിട്ട് ഈ മലരന്മാരത്തുള്ള കലിപ്പ് തീർക്കാൻ വേറൊരു വലിയ മലറിന്റെ അടുത്ത് പോയി. ആ മലറിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ മലരന്മാരെല്ലാം കൂടെ ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് തന്റെ മലരോട് തലമൊത്തം ഞങ്ങളെ കേൾപ്പിക്കുന്നത്. താനൊന്ന് മലരോണ ചെയ്യും. ഞങ്ങൾക്കൊരു മലരും ഇല്ല. മലരും എനിക്ക് ഇഷ്ടം മലയാളം അറിയില്ല. ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ಮಾಡಿ. താൻ എന്തെങ്കിലും ആടറോ? കൊല്ലുന്നെങ്കിൽ കൊല്ലുമാടി. നിന്നെ ഞാൻ എന്തിനെ കൊല്ലണം? എനിക്ക് രംഗ വേണം. അവൻ എന്റെ സ്റ്റൈല്, എന്റെ കോസ്റ്റ്യൂം, എന്റെ ഐഡന്റിറ്റി എല്ലാം മോഷ്ടിച്ചു. വെളിയിൽ പോയാ രംഗമാരിയെ ഷർട്ട് പൊട്ടിരിക്കും, വെളിയിൽ പോയാ രംഗമാരിയെ പാന്റ് പൊട്ടിരിക്കും. അങ്ങനെ എല്ലാവരും പറയണം. അവനാ എന്നെ പോലെ ചെയ്തേക്കണത്. ഞാൻ അവനെ പോലെ അല്ല. അവനെ ഞാൻ ചവിട്ടിക്കൊള്ളും. ഡിസൈനർ ഉഷാറ്. രംഗ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് കാൽമാടി. അവന് ആരോട് സ്നേഹമില്ല. നിന്നോട് സ്നേഹമില്ല, എന്നോട് സ്നേഹമില്ല, ആരോട് സ്നേഹമില്ല. അവൻ അവന്റെ ചേട്ടനെ കൊന്നതാ. നാളെ നിന്നെയും കൊല്ലും. കഴിഞ്ഞ പോട്ടാ പോയിക്കോ പോയിക്കോ. അണ്ണവന് വെറുതെ വിടാണോ? അടച്ചി പോടാ. നീ ഇതെന്ത് ധൈര്യത്തിലെ തെറുമുഴും വിളിച്ചേ? നീ പോയി ഗേറ്റ് പറ. എടാ എൻ്റെ ഡയലോഗ് കേട്ടിട്ടൊന്നും അല്ല അയാൾ നമ്മളൊന്നും ചെയ്യാത്ത. രംഗയോടുള്ള പേടിയുണ്ടോ? അപ്പോ രംഗച്ചേട്ട പോയി കഴിഞ്ഞാൽ അയാൾ നമ്മളെല്ലാം ചെയ്യോ? ആദ്യം നമുക്ക് 1 വർഷം തീർക്കാം, എന്നിട്ട് ബാക്കി ആലോചിക്കാം. അതെങ്ങനെ തീർക്കും? അയാളത്തെ ഡയറക്റ്റായിട്ട് പോയി കാര്യം പറയും. എപ്പോ? ഇപ്പോഴാ? बहुत ही गुस्से में है। എന്റെ കൂടെ നിന്ന് എന്റെ ദുഡ് വാങ്ങിച്ച് എന്റെ ഫുഡ് തിന്ന് എന്റെ വണ്ടിയിലേക്ക് ഇറങ്ങിയിട്ട് നിന്റെ ഇഷ്ടത്തിന് പോണം അല്ല? അണ്ണാമർക്ക് മലയാളം മനസ്സിലാവില്ല. പഠിച്ച് പരീക്ഷ എഴുതി കാണാൻ പാടെ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്തായിട്ട് കേൾക്കോളി. अब ये तो बोलने आए थे। सॉरी भैया, माफ कर दो. साइड पड़ी आवड़े अबे कोल्ला आवड़े एली तूल कोड़ी माफी चाहिए ना ಕೊಡ್ತೀನಿ. ಬೇರೆ ಯಾರು ನನ್ನ ಅಮ್ಮಕ್ಕೆ ಪ್ರಾಮಿಸ್ ಅಲ್ಲಂಗಿ ಬಡ ಮೊನೆ ಸೈಸ್ ಬಿಡಿ ಕೊನೆಗೆ ಈ ಬಡ ओ ಎಲ್ಲರೂ ಮಾಡಿ ಅವನು ಕೊಲ್ಲಡೆ ಮಾಡಿ ಮಾಡಿ. എടാ മോനെ കുഴപ്പമില്ല. നെക്സ്റ്റ് നീ കൊന്നോ. വേറെ 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 ആരും ഇല്ല ಬೇಡ ചോറി തെറിക്കും പാട്. ബാത്റൂം തകൊണ്ടുപോകും. നില്ലോ ഞാനും വരുന്നുണ്ട്. കാണണം പാടപണ കാണാം.
എന്താ ചെയ്യണേ? ഞാൻ പോവാ വീട്ടില്. വീട്ടിലാ? ആ. അപ്പൊ പഠിത്തോ? വെട്ടാനും കുത്താനുള്ള വിദ്യാഭ്യാസമല്ലേ? തൽക്കാലം എന്തായാലും എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ പോയി വല്ല പണിയെടുത്താലും ചെയ്യിച്ചോളാം. എടാ ഞാൻ എന്റെ അമ്മയടുത്ത് എന്തോ പറയും? ഏയ് നീ ഒന്നും പറയണ്ട. നീ വെട്ടുകൊണ്ട് ചത്ത് കിടക്കത്തില്ലേ? അപ്പൊ പോലീസുകാർ പറഞ്ഞോളും നിന്റെ അമ്മയെടുത്ത്. എടാ അങ്ങനെയൊന്നും ഉണ്ടാവൂലടാ. ഉണ്ടാവൂലെന്ന്. എടാ അയാൾ ആ കത്തി എന്റെ കയ്യിൽ തന്നപ്പോൾ ആ 1 മിനിറ്റ് ഉണ്ടല്ലോ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു കേട്ടില്ലേ, എടാ മോനെ നീ നെക്സ്റ്റ് നീ നെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് അല്ല പോടാ. എന്നിട്ട് നിനക്കൊന്നും പറ്റില്ലല്ലോ. പറ്റില്ല. നോക്കടാ നോക്ക്. എടാ ഇത് കണ്ടാ മൂത്രമാടാ മൂത്രം. ഇനി ഇതിന്റെ മേളിൽ കൂടെ ചോര എഴുതുന്നതിന് മുമ്പേ ഞാൻ പോവുക. നീ ഇവിടെ കിടന്ന് വെട്ടുവോ വെട്ടുകൊണ്ട് ചാവോ എന്തോന്ന് വെച്ചാ ഞാൻ പോകുന്നു. എടാ അയാൾക്ക് കൊല്ലണമെങ്കിൽ നാട്ടിൽ ഒന്ന് കൊന്നൂടെ? എടാ അവിടെ പോണ് വെള്ളം കുടിക്കാൻ. എടാ എന്തറാ ശവം കിടക്കുന്നടാ, എനിക്ക് പേടിയാടാ. अब तो लगता है बीवी किसी को भी नहीं डरता है. അളയാ നമുക്കൊരു കുഴപ്പമുണ്ടാവും. കാരണം എന്താ? എടാ അയാൾക്ക് നമ്മളെ ആവശ്യമില്ല. അളയാ ഹിന്ദിക്കാരന്മാര് പോയപ്പോ അയാൾ പ്രശ്നം ഉണ്ടാക്കിയത് അവന്മാര് ഫൈറ്റേഴ്സ് ആയോണ്ടാ. അവരെ കൊണ്ട് അയാൾക്ക് പ്രയോജനമുണ്ട്, നമ്മളെ കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനമുണ്ട്? പിന്നെ നിന്റെ അല്ലെന്ന് കത്തി വന്നിട്ട് അയാൾ തിരിച്ചു വാങ്ങിച്ചില്ലേ? എടാ അയാൾക്ക് അറിയാം നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന്. പിന്നെന്തിനാ അയാള് നമുക്ക് വേണ്ടി കുട്ടിയെ തല്ലാൻ പോയതൊക്കെ? ആ നമുക്ക് വേണ്ടിട്ടാ? അയാൾ നമുക്ക് വേണ്ടിട്ടാണോ കുട്ടിയെ തല്ലിയത്? എടാ അയാളത് അയാൾക്ക് വേണ്ടിട്ടാണ് തല്ലിയത്. എടാ ഈ അടി ഇടി വെട്ട് കുത്തെന്നൊക്കെ പറഞ്ഞ അയാൾക്കൊരു എന്റർടൈൻമെന്റ് ആണ്. അയാൾക്കാവുന്നില്ല പറ്റൂല. എടാ നമ്മൾ പിടിച്ചു വലിച്ചോണ്ട് പോയാണ് ആ കുട്ടിയെ തല്ലിച്ചത്. നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ തല്ലുന്നല്ലേ പറഞ്ഞേ? അല്ല, നമ്മളല്ലേ കുട്ടിയെ തല്ല. അളയാ मुझे नहीं लगता है कि ऐसे ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് रांगा छोड़ देगा इन लोगों को. 2 ദിവസം അയാൾ നമ്മൾ അന്വേഷിക്കുമായിരിക്കും. പിന്നെ അയാൾ വേറെ വള്ളിയും പിടിച്ച് പൊക്കോളും. ഈ ഒരാഴ്ച കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി നേരെ കോളേജ് ഹൗസിലോട്ട് മാറും. അവിടെ നിന്ന് പഠിച്ച് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് ബാംഗ്ലൂർ വിടാം. അಷ್ಟേ. നമ്മളെങ്ങോട്ടു? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തുംകൂർ. ഒരാഴ്ച നമുക്ക് അവൻ്റെ ഹോസ്റ്റലിലോട്ട് മാറാം. आगे हॉस्टल. വാ വാ പോവാ. നേരം വിളിക്കട്ട്. എടാ ഇത് രാജു. ഹലോ ഇത് ശാന്ത്. ഞാൻ അഖിലേ. വാ അങ്ങോട്ട് ഇരിക്കാം. വാ എന്റെ ഫ്രണ്ട്സാ കേട്ടോ. കുറച്ചു നേരം ഇവിടെ കാണും. എടാ ഫോണൊക്കെ എടുത്ത് നോക്കി. വൈകുന്നേരം കാണാം. ശരിടാ. എന്തൊരു സമാധാനം ഇല്ലടിയെ. എത്ര നാളുകൂടിയല്ലേ. അയാളിപ്പോ എന്ത് ചെയ്യായിരിക്കും? ഇതിപ്പോ ഒരാഴ്ച ആയല്ല. അന്വേഷണമൊക്കെ നിർത്തി എവിടെയെങ്കിലും കള്ളം കുടിച്ച് കിടപ്പുണ്ടായിരിക്കും. എവിടെയാണ് എന്റെ പിള്ളേര്?
അണ നാട്ടിലന്വേഷിക്കുന്ന ആൾ വിട്ടേ. വേടാ, അമ്മ പേടിക്കും. ഓക്കേണ? The prominent Bangalore College campus CCTV captures bold daylight gang assault on students. Videos of the assault rapidly spreads on social media, prompting public outcry and urgent calls for action. The motive behind the attack remains unknown. നീ എന്തോ കാണിക്കുന്നേ? എടാ, അയാൾ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ നമ്മളെ കാണാത്തോണ്ടാണെങ്കിൽ അയാൾ എന്തായാലും എന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും. അമ്മ പേടിച്ച് എന്തേലുമൊക്കെ ചെയ്യും. എന്താ എടാ നോക്കി നിൽക്കാൻ എടുത്ത് ഓഫ് ചെയ്യടാ. ഒന്ന് ഓഫ് ചെയ്യടാ, കട്ട് ചെയ്യടാ. അടുത്ത കോള് വരുന്നതിന് മുമ്പ് എടുത്ത് ഓഫ് ചെയ്യ്. കോൾ എടുക്കരുത്, പറഞ്ഞേക്ക് കട്ടി. ಅವ್ರಿಗೆ ಏನಾದ್ರು ಆಗಿದ್ರೆ ಸಹಿಸ್ಬಿಡಿದೀನಿ. ചേട്ടാ, ഞാനാട്ടാ ബിവി. എടാ നായിന്റെ മോനെ, നിങ്ങൾ എവിടെയാ? ഞാൻ നേട്ടെല്ലാം പറയാം. ഞങ്ങൾ രാത്രി വീട്ടിലോട്ട് വരാം. എടാ, നീ എന്നാ അയാളെ കീഴോട്ട് ഇറങ്ങാൻ പോണാടാ. പോയി നോക്കാം. ഞാനൊന്നുമില്ല, ഒറ്റയ്ക്ക് പോയാൽ മതി. എടാ പന്ന മലരെ, ഈ കോപ്പിലെ പ്രശ്നം മൊത്തം ഉണ്ടാക്കി ചെയ്യാം. ഇനി ഞാൻ പറയും പോലും കേട്ടാ മതി, കേട്ടോ? ബേബി, നീ ഇപ്പൊ അയാളെ പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. सही में ये रांगा के साथ रहकर इस तरह का बिहेवियर करने लगा. എവിടെ ആയിരുന്നടാ? ഞങ്ങളെന്ന് ഒഴിവാക്കി തരണം. ഞങ്ങളാരും നിങ്ങളെ പോലെയോ നിങ്ങളുടെ കൂടെ ഉള്ളവരെ പോലെയോ ഗുണ്ടകളൊന്നും അല്ല. പഠിക്കാവുന്ന പിള്ളേരാ ഞങ്ങള്. പഠിക്കണ പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല. നിങ്ങളുടെ കൂടെ നടക്കുമ്പോ ഏതോ ബോംബിന്റെ മണ്ടയിലിരിക്കും പോലെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പോലെ ആയിപ്പോവും. ഞങ്ങൾക്കത് വേണ്ട. ആദ്യമായിട്ട് തല്ലി കിട്ടിയതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ കണ്ടതും പരിചയപ്പെട്ടതും എല്ലാം. പക്ഷെ ഇത് ഇത്ര വലിയൊരു മാരണമാകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ये क्या बोल दिया बीवी? इतना भी सच नहीं बोलना. ചേട്ടാ, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. गया तो അമ്പാൻ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും 1 മണിക്കൂറിൽ വീട്ടിലെത്തണം. ಏನ್ ಕೇಳ್ಬೇಡ, ಪರಿಚಯ ಕೇಟ ಮನೆ. गॉड, अब क्या होगा? എടാ, നീ എന്തോ ആലോചിക്കുന്നേ? വിടത്. എടാ, ഒന്നും ചെയ്യാതെ ചാവണേക്കാൾ നല്ലല്ലോടാ ചാവാതിരിക്കാൻ വേണ്ടി കൊല്ലണത്. കൊല്ലാനാ? എടാ, നമ്മളെങ്ങനെയാടാ അയാളെ കൊല്ലുന്ന? നിന്റെ
വേറെ വഴി വല്ലതും ഉണ്ടോ? അയാൾ ഇതുവരെ ആരെയും തല്ല നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ നീ ഇതെല്ലാം പ്ലാൻ ചെയ്തോണ്ടല്ലടാ വന്നത്? गाइस ये था आज का सीन एंड आपको यहाँ देखने को मिलेगा कि जो बीबी है उसका बिहेवियर पूरा चेंज हो चुका है। एंड जिस दिन से उसको पता चला है कि रांगा जो भी बोला था पास्ट में दैट इज़ ट्रू एंड वो खुद भी वो देखा सब कुछ, एंड उसके बाद वो बहुत ही ज़्यादा चेंज हो गया, बहुत ही ज़्यादा र्यूड भी हो चुका है। एंड जैसे वो साइलेंट टाइप का बॉय था अभी तो पूरा एंग्री वाला हो गया है। एंड अभी वो डायरेक्टली बोल चुका है रांगा को कि उसको उसके जैसे गुंडा नहीं बनना है। एंड को रांगा ये सब कुछ सुनने के बाद ही गॉट वेरी इमोशनल। एंड रांगा का ये इमोशनल फेस आपको कहीं भी देखने को नहीं मिलेगा। एंड इट सीम्स लाइक कि रांगा सिर्फ चाहता है कि ये बॉयज़ उसके साथ रहे। एंड अगर ये बॉयज़ लोग बोलते तो वो अलाउ करता पढ़ाई करने के लिए, बट डोंट नो आगे क्या कुछ होगा। एंड बीबी अभी तो उसके दुश्मन को कॉल करके बुला चुका है। एंड आई थिंक द नेक्स्ट सीन इज़ गोइंग टू बी फिल्ड विथ मास फाइट। एंड क्या कुछ होगा आगे कहानी में, दैट इज़ गोइंग टू वेरी इंटरेस्टिंग। सो गाइज आई होप यू लाइक दिस वीडियो एंड इफ यू आर हियर फॉर द फर्स्ट टाइम डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल। फिर मुलाकात होगी और किसी एक्शन वीडियो के साथ, तब तक बाय बाय।